ഓം ഹരിശ്രീ ഗണപതയേ നമ. അഭിഘ്നമസ്തു. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാ മക്കൾക്കും ഭഗവാൻ അർപ്പിക്കുന്നു. എല്ലാവർക്കും ശാന്തി സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നാരായണീയം ദശകം 35 രാമ അവതാര വർണ്ണനത്തിൻ്റെ തുടർച്ച. നമ്മൾ കഴിഞ്ഞ 1-2 ശ്ലോകം വായിച്ചു. ഇനി 3-ാമത്തെ ശ്ലോകം വായിക്കാം. 2-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീരാമൻ അങ്കുലീയവും സന്ദേശവാക്കും ഹനുമാനെ ഏൽപ്പിച്ച് അത് സീതയെ അന്വേഷിക്കുമ്പോൾ കൊടുക്കാനായിട്ട് ഭഗവാൻ കൊടുത്തയക്കുന്നു. വാനരന്മാരെല്ലാം നാനാ ദിശയിലേക്കും തിരക്കി പോവുകയാണ് ഉണ്ടായത്. നമുക്ക് 3-ാം ശ്ലോകം വായിക്കാം. ശ്ലോകം 3. തുത് വാർത്താകർണനോദ്യൽ ഗരുത് ഉരുജവ സമ്പാതി വാക്യ പ്രോത്തീർണ അർണോധിർ അന്തർനഗരി ജനകജാം വീക്ഷ്യദത്വാങ്കുലീയം പ്രക്ഷുദ്യോ ഉദ്യാനം അക്ഷപണ ചണരണ സോടബന്ധോ ദശാസ്യം ദൃഷ്ട്വാ പ്ലിഷ്ട്വാ ച ലങ്കാം ഛടതി സ ഹനുമാൻ മൗലിരത്നം ദദൗ തേ. തുത് വാർത്താകർണനോദ്യൽ ഗരുത് ഉരുജവ സമ്പാതി വാക്യ പ്രോത്തീർണ അർണോധിർ അന്തർനഗരി ജനകജാം വീക്ഷദത്വാ അങ്കുലീയം പ്രക്ഷുദ്യോ ഉദ്യാനം അക്ഷപണ ചണരണസോടബന്ധോ ദശാസ്യം ദൃഷ്ട്വാ പ്ലിഷ്ട്വാ ച ലങ്കാം ഛടതി സ ഹനുമാൻ മൗലിരത്നം ദദൗ തേ. ഈ ശ്ലോകത്തിൽ സമുദ്രം ഹനുമാൻ ഇങ്ങനെ ചാടിക്കടന്ന് ലങ്കയിലെത്തി സീതയെ കണ്ട് മോതിരം കൊടുത്ത് പകരം ചൂടാരത്നം സ്വാമിക്ക് വിശ്വാസം വരാനായി കൊണ്ട് കൊടുക്കുന്ന ഭാഗമാണ് ഇതിൽ പറയുന്നത്. കാരണം ഭഗവാൻ കൊടുത്തുവിട്ട മോതിരവും വാക്യവും എന്താ ഒരു വാചകം, അത് സീതയ്ക്ക് അറിയാവുന്ന ഒരു കാര്യം പറയുമ്പോൾ ഇത് യഥാർത്ഥമായി ഹനുമാനെ ശ്രീരാമൻ പറഞ്ഞു വിട്ടതാണെന്നുള്ള വിശ്വാസത്തിന് വേണ്ടിയിട്ട് അങ്ങനെ അവിടെ കൊണ്ട് കൊടുത്തിട്ട് തിരിച്ച് അതുപോലെ ഒരു സന്ദേശവും അവിടെ നിന്നൊരു എന്തെങ്കിലും ഒരു കാണത്തക്കതായത് തിരിച്ച് ഇങ്ങോട്ടും കൊണ്ട് കൊടുക്കണം. അതാണ് ഇവിടെ കൊടുക്കുന്ന ആണ് വിശ്വാസം വരാനായി കൊടുക്കുന്നതാണ് ഈ ഭാഗത്തെ പറ്റി പറയുന്നത്. അതെങ്ങനെയാണ് അവിടെ ഹനുമാൻ എത്തപ്പെടാൻ എങ്ങനെ അറിഞ്ഞു എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അതായത് സമ്പാദിയും ജഡായുവും സഹോദരങ്ങളായിരുന്നു. നമ്മൾ ജഡായുവിൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ വായിച്ചല്ലോ. ചിറക് അറ്റ് അവിടെ കിടന്നു ശ്രീരാമനെ കണ്ട് ഇതുപോലെ സീതയെ മോഷ്ടിച്ചുകൊണ്ട് രാവണൻ പോയി എന്ന് പറയുന്നത് വരെ അവിടെ കിടന്നിട്ട് ശ്വാസം നിലച്ചു, ജഡായു മരിച്ചു. അതാണ് നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ ജഡായുവിൻ്റെ സഹോദരനാണ് സമ്പാദി. അപ്പോൾ സമ്പാദിയും ജഡായുവും സഹോദരങ്ങളായിരുന്നു. ഒരിക്കൽ വേഗബലങ്ങൾ പരീക്ഷിക്കുന്നതിനായി, അതായത് ഇവർക്ക് ആർക്കാണ്, ഈ സഹോദരങ്ങളിൽ ആർക്കാണ് വേഗത, പറക്കാനുള്ള വേഗത ആർക്കാണെന്ന് അറിയാൻ വേണ്ടി ഇവർ രണ്ടുപേരും ഉയർന്നുയർന്ന് പറന്നു. ഏതാണ്ട് സൂര്യമണ്ഡലത്തിനടുത്തെത്തിയപ്പോൾ സൂര്യരശ്മികളേറ്റ് ജഡായുവിന് തളർച്ച വന്നതിനാൽ ജഡായുവിന് പുറകിലാക്കി പറന്നു. അപ്പോൾ ജഡായുവിന് തളർച്ച വന്നതുകൊണ്ട് അത് പിറകിലാക്കിയിട്ട് സമ്പാദി മുകളിലുമായി അങ്ങനെ പറന്നു. അല്പനിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ജഡായു ചിറകോടുകൂടിയും സമ്പാദി ചിറക് കരിഞ്ഞും നിലം പതിച്ചു. കാരണം സമ്പാദിയാണ് അപ്പോഴും ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ താഴേക്കാണ് ജഡായു പറന്നത്. അതുകൊണ്ട് ജഡായുവിന് ചിറക് കരിഞ്ഞില്ല, പക്ഷേ താഴേക്ക് വീണു. പക്ഷേ ഇത് ചിറക് കരിഞ്ഞു വീണതാരാ? സമ്പാദി. പിന്നെ പറക്കാൻ കഴിയാതെ വന്നു. പക്ഷിശ്രേഷ്ഠനായ സമ്പാദി സീതയെ അന്വേഷിച്ച്, അതായത് സീത അന്വേഷണാർത്ഥം എത്തിയ കാപ്പി സൈന്യങ്ങളുമായി കണ്ടുമുട്ടി. അപ്പോൾ ഇവിടെ ചിറക് കരിഞ്ഞ് കിടക്കുന്ന സമ്പാദി ആരെ കണ്ടുമുട്ടി? സീതയെ അന്വേഷിച്ച് പോകുന്ന വാനര സൈന്യത്തെ കണ്ടുമുട്ടി. അപ്പോൾ തൻ്റെ അവസ്ഥ കണ്ട് സഹതപിക്കുന്ന അവരിൽ നിന്ന്, അപ്പോൾ ഇങ്ങനെ ചിറക് കരിഞ്ഞ് കിടക്കുന്ന കണ്ടപ്പോൾ ഈ വാനരന്മാർ സഹതാപം ഉണ്ടായി, കഷ്ടമായി പോയല്ലോ എന്ന്. അപ്പോൾ അവരിൽ നിന്ന് എന്താ ഈ സമ്പാദി കേട്ടത്? രാമകഥ, ശ്രീരാമൻ്റെ സീതയെ കട്ടുകൊണ്ടുപോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവർ പറയുന്നത് ആര് കേട്ടു? സമ്പാദിയും കേട്ടു. അപ്പോൾ തിരിച്ചും പിരിച്ചും രണ്ടുപേരുടെയും അവസ്ഥകൾ ഇങ്ങനെ
ഈ കഥകൾ അവരോട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരുന്നു. ഉടനെ തന്നെ സമ്പാദിക്ക് ചിറകുകൾ മുളച്ചു വന്നു. കാരണം പിന്നെ ചിറകുകളും ഈ മുടി, നമ്മുടെ മുടി പോലെയൊക്കെ ആണല്ലോ, അത് പോകുമ്പം വീണ്ടും വീണ്ടും കിളിച്ചു വരുമല്ലോ. എന്തായാലും കൊള്ളാം, സമ്പാദിക്ക് ചിറകുകൾ മുളച്ചു വരികയും ചെയ്തു. ഈ കഥ കേട്ടുകൊണ്ടും ഇരുന്നു. അപ്പോൾ ഇവർ ഇങ്ങനെ കണ്ടുമുട്ടിയപ്പോൾ ഈ സഹതാപം കണ്ടുകൊണ്ട് ശ്രീരാമൻ്റെ കഥകളും അവർ തങ്ങളി വാനരന്മാർ പറഞ്ഞ കേട്ടപ്പോൾ സമ്പാദിക്കും വിഷമം തോന്നി. സമ്പാദിയുടെ കഥ കേട്ടപ്പോൾ ഈ കുരങ്ങന്മാർക്കും സഹതാപം തോന്നി. അങ്ങനെ ഇരു കൂട്ടരും വിഷമിച്ചൊക്കെ ഇങ്ങനെ ഇരുന്നപ്പോൾ ചിറക് മുളച്ച് വരികയും ചെയ്തു. അപ്പോൾ സമ്പാദിക്ക് ചിറക് മുളച്ച് വന്നപ്പോൾ എന്ത് വന്നു? പറന്നു ഉയർന്ന് സീതാദേവി ലങ്കയിൽ ഇരിക്കുന്നത് താൻ കാണുന്നതായി അറിയിച്ചു. ഒരുപാട് മുകളിലേക്ക് പറക്കുമ്പോൾ നമുക്ക് പല സ്ഥലങ്ങളും കണ്ടുപിടിക്കാം, തറയെ നിൽക്കണക്കല്ല. അപ്പോൾ ഈ സമ്പാദി എന്ത് ചെയ്തു? പറന്നപ്പോൾ സീതയെ കണ്ടുമുട്ടി, എവിടെയോ ഇരിക്കുന്നതായിട്ട് അവർ പറഞ്ഞു. ഇതറിഞ്ഞ ഹനുമാൻ, അപ്പോൾ ഹനുമാനും എല്ലാവരും കൂടെ ആണല്ലോ വാനരന്മാർ ഇവരുടെ അടുത്ത് ചെന്നിരിക്കുന്നത്. ഈ വിവരം ഈ ലങ്കയിൽ ഇരിക്കുന്നത് കണ്ടതായി ഈ സമ്പാദി പറഞ്ഞപ്പോൾ ഹനുമാൻ സമുദ്രം ചാടിക്കടന്ന് ലങ്കയിലെത്തി. വനത്തിലിരിക്കുന്ന സീതയെ കണ്ടു മോതിരം കൊടുത്ത് സന്ദേശവും അറിയിച്ചു. എന്താ പറഞ്ഞു വിട്ടത് ശ്രീരാമൻ? ആ സന്ദേശവും സീതയോടുത്ത് പറഞ്ഞു. പിന്നെ താൻ എന്ന രാമദൂതൻ, അതായത് ഈ ഹനുമാൻ ലങ്കയിൽ എത്തിയത് ലങ്കാധിപനെ അറിയിക്കണമെന്ന് തോന്നി. കാരണം സീതയ്ക്ക് ഇത് കൊടുത്തിട്ട് രഹസ്യമായി ഇനി വരണ്ട, ഞാനിവിടെ ഇങ്ങനൊരാൾ ദൂതൻ ഇങ്ങനൊരാൾ വന്നിട്ടുണ്ടെന്നൊന്ന് അറിയിക്കണമല്ലോ എന്ന് കരുതിയിട്ട് എന്ത് ചെയ്തു? ഉദ്യാനമെല്ലാം തല്ലി തകർത്തു താറുമാറാക്കി. അങ്ങനെ ആകുമ്പോഴല്ലേ രാവണൻ ഇത് അകത്ത് ഇരിക്കുന്ന ആൾ ഇനി പുറത്തോട്ട് വന്ന് ഇതെന്താന്ന് അന്വേഷിക്കത്തുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം ഈ ഉദ്യാനം, അതായത് ഹനുമാൻ അവിടെ ഉദ്യാനങ്ങളെല്ലാം തല്ലി തകർത്ത് താറുമാറാക്കി എതിർക്കാൻ വന്നവരെയൊക്കെ മൃത്യുപുരത്തിൽ എത്തിച്ചു. അപ്പോൾ രാവണപുത്രനായ അക്ഷകുമാരനെത്തി, അവനെയും കൊന്നു. അതറിഞ്ഞു വന്ന ഇന്ദ്രജിത്തിൻ്റെ ബ്രഹ്മാസ്ത്രത്താൽ ബദ്ധനായി രാവണ സദസ്സിലെത്തിച്ചു. കാരണം ഇന്ദ്രജിത്ത് എന്ന് പറഞ്ഞ ആൾ മേഘനാഥനാ. അതൊക്കെ ഇന്ദ്രജിത്ത് എന്ന് പേരിടാൻ കാരണം ഇന്ദ്രനെ പോലും തോൽപ്പിച്ച ആളായതുകൊണ്ട് ഇന്ദ്രജിത്തിൻ്റെ പേര് വന്നത്. അയാൾ എന്ത് ചെയ്തു? ബദ്ധനാക്കി. അതായത് അസ്ത്രം, ബ്രഹ്മാസ്ത്രം കൊണ്ട് ഇങ്ങനെ കെട്ടിട്ടതുപോലെ കയറിട്ട് ചുറ്റിയതുപോലെ ആക്കി രാവണൻ്റെ അടുത്ത് കൊണ്ട് എത്തിച്ചു. രാവണൻ അയാളുടെ സ്ഥാനത്തല്ലേ ഇരിക്കത്തുള്ളൂ. അങ്ങനെ കൊണ്ടെത്തി രാവണ സദസ്സിലെത്തിച്ചു. ഹനുമാൻ്റെ ചുരുവും ചുലുക്കും എല്ലാം കാരണം ഈ ഇത്രയുള്ള ധൈര്യമൊക്കെ കണ്ടപ്പോൾ ആർക്ക് രസിച്ചില്ല? രാവണന് രസിച്ചില്ല. അപ്പോൾ കൊല്ലാൻ കൽപ്പിച്ചു. ഇങ്ങനെയുള്ള ഹനുമാനെ കൊല്ലുക എന്ന് പറഞ്ഞു. അപ്പോൾ വിഭീഷൺ, അതായത് രാവണൻ്റെ അനുജനായ വിഭീഷൺ പറഞ്ഞു, ദൂതനെ കൊല്ലുന്നത് ധർമ്മമല്ല, എന്തെങ്കിലും അടയാളം ചെയ്ത് അയക്കുന്നതാണ് ഉചിതം. കാരണം ഒരു ദൂതനായിട്ട് വന്നതാണല്ലോ, അദ്ദേഹത്തിനെ അത് കൊല്ലുന്നത് ധർമ്മമല്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു അടയാളം കൊടുത്ത് അയക്കണം, എന്തെങ്കിലും തക്കതായ ഒരു അടയാളം. അപ്പോൾ ആ വാക്ക് മാനിച്ച് ഹനുമാൻ്റെ വാലിൽ എണ്ണത്തുണി ചുറ്റി തീ കൊളുത്തി. ആ തീ കൊണ്ട് ഹനുമാൻ ലങ്ക ചുട്ട് പൊട്ടിച്ചു. കാരണം ഹനുമാൻ്റെ വാലിന് നീളം വെക്കണമെങ്കിൽ ഒരുപാട് നീളം വെപ്പിക്കാനുള്ള ശക്തിയുള്ളതാണ് ഹനുമാൻ. അങ്ങനെ സർവ്വ സ്ഥലത്തും ആ വാലും കൊണ്ട് തീ ഇങ്ങനെ ചുറ്റി എല്ലായിടവും ഇട്ട് കത്തിച്ചെല്ലാം നശിപ്പിച്ചു. തിരികെ ദേവിയെ കണ്ടു ചൂടാരത്നവും അടയാളവാക്യവും വാങ്ങി സുസ്മേരവദനായി സമുദ്രം ചാടി രാമസവിധത്തിലെത്തി കൊടുക്കുകയും ചെയ്തു. അതായത് സീതയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു അടയാളം കൊണ്ടുപോകണമല്ലോ, ഇവിടെ കൊണ്ട് എത്തിച്ച് മോതിരം ഇവിടെ കൊടുത്തെന്ന് വിശ്വാസം രാമന് വരുത്താൻ വേണ്ടി സീതയുടെ ചൂടാരത്നം, അതായത് തലയിൽ ചൂടുന്ന തുണിയോ വസ്ത്രങ്ങളോ എന്തെങ്കിലും ആയിരിക്കും, അത് ചൂടാരത്നവും വാങ്ങിച്ചിട്ട് ശ്രീരാമനും സീതയ്ക്കും ഉള്ള അറിയുന്ന രീതിയിലൊരു ഒരു വാക്യം, ഒരു സന്ദേശം അതും കൂടെ പറഞ്ഞു കൊടുത്തു വിട്ട്. ആ പറച്ചിൽ കേൾക്കുമ്പം രാമന് മനസ്സിലാവും ഇത് സീതയുടെ അഭിപ്രായം തന്നെയാണെന്ന്. അങ്ങനെ സന്തോഷമായിട്ട് തന്നെ സമുദ്രം തിരിച്ച് ചാടി രാമസവിധത്തിൽ എത്തി കൊടുത്തു, ഭഗവാന്റെ കൊടുത്തു. ഹനുമാനെ പോലെ സ്വാമി ഭക്തിയുള്ള ഒരു സേവകനും മറ്റെങ്ങും ഇല്ല. ഏതാണ് അത്രമാത്രം ഭക്തനാണ് ഈ ഹനുമാൻ. നമുക്കിനി 4ാമത്തെ ശ്ലോകം കൊണ്ടൊന്ന് വായിക്കാം. ശ്ലോകം 4. ത്വം സുഗ്രീവ അങ്കാദി പ്രബല കപിശമൂചക്ര വിക്രാന്ത ഭൂമി ചക്രോ അഭിഗമ്യ പാരേ ജലധി നിശചരീന്ദ്രാനുജാശ്രീയമാണ തൽപ്രോക്താം ശത്രുവാർത്താം രഹസ്യ നിശമയൻ പ്രാർത്ഥനാ പാർത്ഥ്യ രോഷ പ്രാസ്ത ആഗ്നേയാസ്ത്ര തേജസ്ത സത് ഉദധിഗിരാലബ്ധവാൻ മധ്യമാർഗം. ത്വം സുഗ്രീവ അങ്കദാദി, സുഗ്രീവനും അങ്കദനും
ബാലിയുടെ മകനാണ് അങ്കദൻ. അപ്പോൾ ത്വം സുഗ്രീവ അങ്കദാദി പ്രബല കപിച മൂചക്ര വിക്രാന്ത ഭൂമി ചക്രോ അഭിക്രമ്യ പാരേ ജലധി നിശിചരേന്ദ്രാനുജ ശ്രീയമാണ തൽപ്രോക്താം ശത്രുവാർത്താം രഹസി നിശമയൻ പ്രാർത്ഥനാപാർത്ഥ്യ രോഷ പ്രസ്ഥ ആഗ്നേയാസ്ത്രം അതാണ് പ്രസ്ഥ ആഗ്നേയാസ്ത്ര തേജസ്ത്ര സത് ഉദധി ഗിരാലബ്ധവാൻ മധ്യമാർഗം ഒന്നും കൂടി ചൊല്ലാം. ത്വം സുഗ്രീവ അങ്കദാദി പ്രബല കപിച മൂചക്ര വിക്രാന്ത ഭൂമി ചക്രോ അഭിക്രമ്യ പാരേ ജലധി നിശിചരേന്ദ്രാനുജ ശ്രീയമാണ തൽപ്രോക്താം ശത്രുവാർത്താം രഹസി നിശമയൻ പ്രാർത്ഥനാപാർത്ഥ്യ രോഷ പ്രാസ്ത ആഗ്നേയാസ്ത്ര തേജസ്ത്ര സത് ഉദധി ഗിരാലബ്ധവാൻ മധ്യമാർഗം. വായിക്കാൻ ഇത്തിരി പാടാ. ഈ ശ്ലോകത്തിൽ ഭഗവാനെ ഗുരുവായൂരപ്പ, ഭഗവാൻ ശ്രീരാമൻ അങ്ങ് സുഗ്രീവൻ, അതായത് ഈ ശ്രീരാമനും സുഗ്രീവനും അങ്കദൻ തുടങ്ങിയ പ്രബലന്മാരായ കൂറ്റൻ വാനര സൈന്യങ്ങളെ കൊണ്ട് ഭൂമണ്ഡലത്തെ മറയ്ക്കും വണ്ണം പുറപ്പെട്ട് സമുദ്ര തീരത്തെത്തി. അതായത് ഭഗവാൻ നാരായണനായ ശ്രീരാമൻ. ഭഗവാനെ ആ ശ്രീരാമനും, അതായത് ഇവിടെ ചെന്ന് പറഞ്ഞല്ലോ ഹനുമാൻ ഈ സന്ദേശവാക്യവും ചൂടാരത്നവും കൊണ്ട് കൊടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അവിടുന്ന് ഭഗവാൻ ശ്രീരാമനും സുഗ്രീവനും അങ്കദനും തുടങ്ങിയ പ്രബലന്മാരായ കൂറ്റൻ വാനര സൈന്യങ്ങളെ കൊണ്ട് ഭൂമണ്ഡലത്തെ മറയ്ക്കുമെന്ന് അത്രമാത്രം പർവ്വതം പോലെ ജനങ്ങൾ വാനരന്മാരും എല്ലാം കൂടെ ഇങ്ങനെ പുറപ്പെട്ട് സമുദ്ര തീരത്തെത്തി. അവിടെ വച്ച് രാവണൻ്റെ അനുജനായ വിഭീഷണൻ വന്ന് അങ്ങയെ ശരണം പ്രാപിച്ചു. കാരണം വിഭീഷണൻ രാമഭക്തനാണ്, കാരണം അത്ര ഒരു ഭക്തനാണ്, രാവണനെ പോലല്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഭഗവാനെ വന്ന് ശ്രീരാമനെ വന്ന് ശരണം പ്രാപിച്ചു. അദ്ദേഹത്തിന് അറിയാം ഇവിടെ തെറ്റ് ചെയ്യുന്നത് രാവണനാണെന്ന്. സീതയെ പല പ്രാവശ്യവും പറഞ്ഞിട്ടും അദ്ദേഹം അനുസരിക്കുന്നില്ല, വിട്ടുകൊടുക്കാൻ. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് മൊത്തവും നശിക്കാനാണ്. അപ്പോൾ ഒരു ഭക്തൻ എന്ത് ചെയ്യും? ഭഗവാനോടൊപ്പം ചേരും. നമ്മളത് മനസ്സിലാക്കണം. ഒരു ഭഗവാൻ ഏത് കുലത്തിലോ രാക്ഷസനായിട്ടോ ജനിച്ചോട്ടെ, രാവണൻ അസുരനാണ്, രാക്ഷസനാണ്, പക്ഷേ വിഭീഷണൻ എന്താ ഭക്തനായത്? അതുകൊണ്ട് ഭഗവാന് അവിടെ ആരെന്നോ എന്തെന്നോ ഇല്ല, ഭക്തനെയാണോ രക്ഷിക്കും. അതുകൊണ്ട് ഇവിടെ വിഭീഷണൻ എന്ത് ചെയ്തു? അനുജനായ വിഭീഷണൻ ഭഗവാനെ വന്ന് അഭയം പ്രാപിച്ചു. ശരണം കൊടുത്ത വിഭീഷണൻ്റെ നാവിൽ നിന്ന് രാവണൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു. കാരണം അവിടുത്തെ കാര്യങ്ങളെല്ലാം രാവണൻ്റെ ക്രൂരതയും അതൊക്കെ ചെന്ന് ഭഗവാനോട് പറഞ്ഞു ഈ വിഭീഷണൻ. പിന്നെ സമുദ്രം കടക്കാൻ വഴി എന്തെന്ന് ആലോചിച്ചു. കാരണം ഇവരെല്ലാം ഹനുമാൻ ലങ്കയിലേക്ക് ചാടും, അത്രമാത്രം ശക്തിമാനാണ്. പക്ഷേ ഇവരെല്ലാം എങ്ങനെ പോകും? ഈ വാനര സൈന്യങ്ങൾ. അതുകൊണ്ട് അവിടെ സമുദ്രം കടന്നു പോകണമെങ്കിൽ അവിടെ എങ്ങനെ വരണം എന്ന് ആലോചിച്ച് എന്തായി സമുദ്രത്തിൽ എങ്ങനെ കടക്കാൻ പറ്റും? അപ്പോൾ എന്ത് വന്നു? വരുണനെ ധ്യാനിച്ചു. വരുണനാരാ? സമുദ്രദേവൻ, വരുണൻ വെച്ചാൽ ജലദേവനാണ്. അപ്പോൾ ആ വരുണനെ ധ്യാനിച്ച് 3 ദിനം തപസ് അനുഷ്ഠിച്ചു. വരുണൻ പ്രത്യക്ഷപ്പെടാത്തതിനാൽ ഭഗവാൻ ക്രുദ്ധനായി. അത് ശ്രീരാമൻ ക്രുദ്ധനായിട്ട് ആഗ്നേയാസ്ത്രം തൊടുത്ത് ജലമില്ലാതാക്കാൻ തുനിഞ്ഞപ്പോൾ, കാരണം ജലത്തിനെ വറ്റിക്കുന്നതാണ് ഈ ആഗ്നേയാസ്ത്രം, അങ്ങനെ അത് തൊടുത്ത് ജലമില്ലാതാക്കാൻ തുനിഞ്ഞപ്പോൾ ആഗ്നേയാസ്ത്രത്തിൻ്റെ തേജസ് കണ്ട് ഭയന്നു വരുണൻ. അതിൻ്റെ ഒരു തേജസ് കണ്ടപ്പോൾ വരുണദേവൻ ഭയന്നിട്ട് ഭഗവാനെ സ്തുതിച്ചു പ്രസാദിപ്പിച്ചു. സമുദ്രത്തിൽ ചിറകെട്ടി സമുദ്രം കടക്കാൻ അനുവദിച്ചു. അങ്ങനെയാണ് സമുദ്രത്തിൽ ചിറകെട്ടിട്ട് ഇവരൊക്കെ കടന്നതിൽ കൂടെ പോകുക. അതാണ് ഈ ശ്ലോകത്തിൽ. നമുക്ക് അടുത്ത ശ്ലോകം അടുത്ത ദിവസം വായിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.